എറണാകുളത്തെ കിഴക്കമ്പലം രാഷ്ട്രീയ ഭൂപടത്തിൽ ശ്രദ്ധേയമായത് 2020 എന്ന പുതിയ രാഷ്ട്രീയ പരീക്ഷണത്തോടെയാണ്. 2020 അട്ടിമറിക്കാനുള്ള നീക്കത്തിലാണ് കിഴക്കമ്പലത്തെ LDF UDF പോർമുഖം. സത്യം തിരിച്ചറിഞ്ഞ ജനം ഇത്തവണ മാറി ചിന്തിക്കുമെന്നാണ് മുന്നണികളുടെ പ്രതീക്ഷ. എന്നാൽ സമീപത്തെ നഗരസഭകളും കൂടി പിടിച്ചെടുക്കാനാണ് 2020യുടെ പദ്ധതി. കഴിഞ്ഞ 2 ടീമുകളായി കിഴക്കമ്പലത്തെ എതിരില്ലാത്ത ശബ്ദമാണ് 2020. കിഴക്കമ്പലം മോഡൽ മഴുവന്നൂർ, ഐക്യരനാട്, കുന്നത്തുനാട്, വെങ്ങോല പഞ്ചായത്തുകളിലും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിലും ശക്തമായ സാന്നിധ്യമായി. കഴിഞ്ഞ 10 വർഷത്തെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് 2020 കുറി നഗരസഭകളിലും കൊച്ചി കോർപ്പറേഷനിലും സമീപത്തെ പഞ്ചായത്തുകളിലും വേരുറപ്പിക്കാനിറങ്ങുകയാണ്. കിഴക്കമ്പലത്തിൽ ഇനി അടിസ്ഥാന വികസനങ്ങൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. പിന്നെ വികസനം എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, അല്ലേ? തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് വികസനം എന്ന് പറയുന്നത്. ഇപ്പോൾ കിഴക്കമ്പലത്തിന് ഇനി ഉണ്ടാവേണ്ട വികസനങ്ങൾ എന്ന് പറഞ്ഞാൽ അല്പം റിച്ചായിട്ടുള്ള നമ്മുടെ പ്രത്യേകിച്ച് ജനങ്ങൾക്ക് പുതിയ രീതിയിലുള്ള ആധുനിക രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ പണിതുയർത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റു പഞ്ചായത്തുകളിൽ എത്തണമെങ്കിൽ അത് ആദ്യം അടിസ്ഥാന വികസനങ്ങളാണ് ഏകദേശം പൂർത്തീകരിക്കേണ്ടത്. അതിനുശേഷമാണ് ആഡംബര വികസനങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടത്. അതുകൊണ്ട് തന്നെ വലിയൊരു വികസിത രാജ്യം പോലെ കിഴക്കമ്പലത്തിൻ്റെ പ്രയാണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കാനാണ് UDFന്റെ നീക്കം. ചിലവഴിക്കാത്ത ഫണ്ടും തകർന്ന റോഡും ചൂണ്ടിക്കാണിക്കുന്നതിനോടൊപ്പം ജനം സത്യം തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്യുമെന്നാണ് UDFന്റെ പക്ഷം. ഞങ്ങൾക്ക് പരിമിതികളുണ്ട്, കാരണം അപ്പുറത്തുള്ളതുപോലെ സമ്പത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ നൂതന സംവിധാനങ്ങളും അതുപോലുള്ള സോഷ്യൽ മീഡിയയും ഒക്കെ അദ്ദേഹത്തിന് പണം മുടക്കിക്കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും. അതൊന്നും ഞങ്ങൾക്ക് കഴിയില്ല. പക്ഷേ ഞങ്ങൾക്ക് കഴിയുന്ന, ഞങ്ങളുടെ പ്രവർത്തകരിൽ വിശ്വാസമുണ്ട്. ആ പ്രവർത്തകർ വീട് വീടാന്തരം കയറി ഈ സന്ദേശം എത്തിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾ, ഇവിടുത്തെ വോട്ടർമാർ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. വീട് വീടാന്തരം കയറിയാണ് LDFന്റെ പോരാട്ടം. പാർട്ടി അനുഭാവികൾക്കപ്പുറം പൊതു സ്വീകാര്യരെ രംഗത്തെത്തിച്ചാണ് കളം നിറയ്ക്കുന്നത്. സ്വതന്ത്രമായി പ്രവർത്തിക്കാനോ അഭിപ്രായം പറയാനോ ജനങ്ങളുടെ ഒരു പ്രശ്നത്തിൽ ഇടപെടാനോ തനതായി ഇടപെടാനോ അവർക്ക് കഴിയില്ല. അത് അവരുടെ വ്യക്തിപരമായ കുഴപ്പമല്ല, അതാണ് ഇവരുടെ സിസ്റ്റം. തികച്ച ഏകാധിപത്യപരമാണ്, ജനാധിപത്യം ഇല്ല, ഒരു മനുഷ്യ സ്നേഹവും ഇല്ല, പൊതുരംഗത്തുള്ള പ്രവർത്തനങ്ങളില്ല. വല്ലാത്തൊരവസ്ഥയിലായിരുന്നു കിഴക്കമ്പലം. അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കിഴക്കമ്പലത്തെ ജനത വീർപ്പുമുട്ടുകയാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരും അറിയാൻ പറ്റും. എറണാകുളം ജില്ലയിൽ കൊച്ചിൻ കോർപ്പറേഷൻ കഴിഞ്ഞാൽ ഏറ്റവും ആകാംക്ഷ നിറഞ്ഞ മത്സരവേദിയാണ് ഇത്തവണ കിഴക്കമ്പലം. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.